സുഹൃത്താണ് വീണെങ്കിൽ കേശു ചേട്ടൻ മെർലിൻ ചേച്ചിയുടെ സുഹൃത്ത്. അല്ലാതെ ഏയിലോട്ട് വീണ് കഴിഞ്ഞാൽ അല്ലീന ചേച്ചി കേശുവിന്റെ സുഹൃത്ത്. എന്നിട്ട് ആ സുഹൃത്ത് തീരുമാനിക്കും കേശുവിന്റെ ഭാവി. അല്ല ഇതെവിടുന്നാ പഠിച്ചേ? ഇന്നലെ ഇല്ലേ, ഞാൻ ശിവാനി ചേച്ചിയുടെ കൂടെ സിനിമ ഉണ്ട്. ആ സിനിമയ്ക്കകത്ത് ഇങ്ങനെയായിരുന്നു. പണി ശരിക്കും സ്വൈരം തരൂല. ഇതൊരു പണിത് തീർത്തില്ലേ? ഞാൻ ചെന്നൈ പോയപ്പോ തുടങ്ങിയതാണല്ലോ. അതിന് മുന്നേ തൊട്ട് തുടങ്ങിയതല്ലേ? എത്ര കൊല്ലോയി. ഇത് കണ്ടോ? നല്ല രണ്ടും കൂടെ ഏതെങ്കിലും സിനിമ ഉണ്ടായിരുന്നോ? അതില് അത് കണ്ടിട്ട് ചെയ്തണതാ ഇതൊക്കെ. എന്തൊക്കെയാണ് ഈ കണ്ട് പഠിക്കണത് പാറുവേ? ഓരോന്ന് പടം കണ്ടിട്ട് ഓരോന്ന് പഠിച്ചോളാം കേട്ടാ. നീ എന്നാലും ബാക്കി നോക്ക് പാറു. അറിയാലോ കേശുവിന്റെ ഭാവി എന്താണ്. നിങ്ങൾ ആരും മിണ്ടരുത്. ഞാൻ ഒന്ന് ബാധിക്കട്ടെ. ഇവിടെ എല്ലാരും കൂടെ ചേട്ടാ മിണ്ടല്ലേ, ഞാൻ ചെയ്ത് തീർക്കട്ടെ. ഞാൻ നിന്റെ ഭാവി നോക്കിക്കൊണ്ടിരിക്കുവാടാ. വെട്ട്. എടാ MAW മെർലിൻ അലീന. എടാ ഇവള് തുളസിയില ഇടും. എടാ മറ്റേ സിനിമയിലെ പോലെ. എന്നിട്ട് തുളസിയില എമ്മില് വീണേനാ മെർലിൻ നിന്റെ സുഹൃത്ത്, എയില് വീണേനാ അലീന നിന്റെ സുഹൃത്ത്. എന്നിട്ട് സുഹൃത്ത് തീരുമാനിക്കും ഭാവിയിൽ ആര് നിന്റെ കൂടെ വേണമെന്ന്. സിമ്പിൾ. നീ എന്തൊരു ചെയ്യണേ? പാറുവേ കേശുവേട്ടന്റെ മോട. അങ്ങനെയാണെങ്കിൽ 2 കോളം പോരല്ലോ. മെർലിൻ അനിലും മാത്രമല്ലാണ്ടേ നമ്മുടെ ഹരിതയുടെ ഒരു എച്ചും പിന്നെ മാളവിയുടെ ഒരു എമ്മയും പിന്നെ മറ്റേ തമിഴത്തെ കുട്ടിയാരാണ് ലക്ഷ്മി സുബ്രഹ്മണ്യം. ലക്ഷ്മിയുടെ എല്ലും ഒക്കെ ചേർക്കണ്ട വരും. കുറയ്ക്കണ്ടടി, കുറയ്ക്കണ്ട. ഈ മുറ്റം മൊത്തം കളം വരച്ചിട്ട് ABCD വരെ എഴുതടി. ഗുഡ് ഐഡിയ. അപ്പൊ ഞാൻ എവിടെ നിന്നിട്ടിടും? എന്തോന്ന്? തുളസിയല്ല, ഞാൻ ഒരു ഹെലികോപ്റ്റർ മേടിച്ചു തരാടി. നീ ഹെലികോപ്റ്റർ വന്നിട്ട് ഇട്. അലമ്പുണ്ടാക്കണ ഇവന്റെ എപ്പോഴത്തെ സ്വഭാവമായത്. എന്റെ അടി ഞാനടി പലമ്പുണ്ടാക്കണേ. നീയൊക്കെ അല്ലടി എനിക്കിട്ട് പണി നോക്കണേ. അയ്യേ നിനക്ക് കാണിക്കാം, ഞങ്ങക്ക് പറയാൻ പാടില്ല. എന്ത് ഞാൻ എന്തൊരു കാണിച്ചെന്ന് നീ പറയണേ ശിവ? നീ ഒന്നും കാണിക്കുന്നില്ലല്ലോ കേശുവേ. നിനക്ക് ഈടായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. നീ ഇപ്പൊ എപ്പം നോക്കിയാലും ചെന്നൈന്ന് വരുമ്പോ എന്നെ ഈ കാര്യം പറഞ്ഞിട്ടാണ് ഇട്ടിട്ട് ടോർച്ചർ ചെയ്യണത്. എനിക്കും വരും അവസരം, എനിക്കും കിട്ടും കേട്ടാ. അതിന് ഞാൻ നിന്നെ പോലെ കാട്ടുകോഴി അല്ലല്ലോ. കാട്ടുകോഴി അല്ലടി സഹോദര കേശവ. നിന്നോട് ഒരു കാര്യം ഞാൻ പറയാം. അതായത് നിന്നെ പോലെ ആഴ്ചയിൽ ഓരോ പെമ്പിള്ളേരായിട്ട് ഞാൻ ഈ വീട്ടിലോട്ട് വിളിച്ചു കയറ്റൂല. അത് നീ പേടിക്കണം. അത് ഞാനും. എന്തോന്ന് ഞാനും മൊട്ടേന്ന് വരികട്ടെ ആദ്യം. ഞാനും പോയി. ഞാനും ഈ തുളസിയല്ല. തുളസി ഇടുന്ന എനിക്കൊന്ന് കാണണമല്ലോ. നീ പോ, ഞാനൊക്കെ കളം വരച്ചെടുക്കും വീണ്ടും. നമുക്ക് MH ABCD മുഴുവൻ എടുത്താടാ. കാര്യമായിട്ടാണോ? കാര്യമായിട്ട് തന്നെ. പിന്നെ നീക്ക് എന്താണെന്ന് വെച്ചേ കാണണമല്ലോ. ശിവചേച്ചി ശിവചേച്ചി പൊക്കോ. ശിവൻ ചേച്ചി വാ നമുക്ക് വരയ്ക്കാം. ഒരു വരയുമില്ല. കൊറേ നേരെ ചേച്ചി അനീത്തിയും കൂടെ എന്നെ ചെറുക്കനിട്ട് വാരിക്കൊണ്ടിരിക്കട്ടെ. നിർത്തിക്കോ കേട്ടാ, അല്ലെങ്കിൽ 2 കിട്ടും എന്റെ കയ്യിൽ നിന്ന്. അതെ, എനിക്ക് സ്ഥലം വരെ പോവാനുണ്ട്. താൻ കൂടെ വരുന്നുണ്ടോ? എവിടാ? എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട് ഐശ്വര്യയുടെ. ഞാൻ പോയിട്ട് വേഗം വരാം. വന്നാ ഐസ്ക്രീം അയച്ചു തരാം. ഞാനും വരുന്നില്ല. ഐസ്ക്രീം വരുമ്പോ മേടിച്ചാ മതി. ഐസ്ക്രീം വേണം. ഇയാളെന്താ വരാത്തെ? ഞാൻ ഇതറിഞ്ഞിട്ട് വരാം. അല്ലേ തനിക്ക് പഠിക്കാനൊന്നുമില്ലേ? പഠിക്കാനുള്ള സമയത്തിന് ഓരോ സിനിമ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.